വെൽക്കം ടു നൗറാസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്ട്രോബെറി അവൽ മിൽക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. സ്ട്രോബെറി അവൽ മിൽക്ക് എന്ന് പറയുമ്പോൾ ഞാനിതിൽ ചേർക്കുന്നത് സ്ട്രോബെറി ഐസ്ക്രീമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിപ്പോൾ സാധാരണ നമ്മൾ അവൽ മിൽക്ക് തയ്യാറാക്കിയെടുക്കുന്ന ഒരു രൂപവും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പോൾ ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ, നാട്ടിലൊക്കെ നല്ല ചൂടിൻ്റെ ടൈമാണ്. അപ്പോൾ അതിന് നമുക്കൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഡ്രിങ്ക് ആക്കിയിട്ടാണ് ഞാനിത് നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരുന്നത്. അതിനായിട്ട് ഞാനിവിടെ പൂവമ്പഴമാണ് എടുത്തിട്ടുള്ളത്. 2 പൂവമ്പഴം എടുത്തിട്ടുണ്ട്. ഈ പൂവമ്പഴത്തെ നമുക്ക് നന്നായിട്ടൊന്ന് കുത്തി ഉടച്ചെടുക്കണം. നല്ലോണം ഉടച്ച് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇത് 2 ഗ്ലാസ്സൊക്കെയുള്ള കൂട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് നന്നായിട്ടൊന്ന് കുത്തി ഉടച്ച് തയ്യാറാക്കിയെടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മധുരം പാകത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ തേന് ചേർത്ത് കൊടുക്കുക. നമ്മളപ്പോൾ പഞ്ചസാരൻ്റെ അളവ് കുറച്ചിട്ട് തേന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ പഞ്ചസാരയാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഇതാ ഞാനിവിടെ സ്ട്രോബെറിയുടെ ഐസ്ക്രീമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് ഞാൻ 2 ഗ്ലാസ്സിലും നമ്മുടെ പഴം ഉടച്ചതിൻ്റെ പകുതി 2 ഗ്ലാസ്സിലായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് നട്ട്സാണ്. അത് കുറച്ച് കാഷ്യൂ നട്ട്സും അതുപോലെ പിസ്ത, ബദാം, ഇത് 3 കൂടി ഒന്ന് അരിഞ്ഞെടുത്തതാണ്. പൊടിച്ചെടുത്തതല്ല, അരിഞ്ഞെടുത്തതാണ്. പിന്നെ അതുപോലെ തന്നെ അവൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ അവൽ ഞാൻ വറുത്ത അവലാണ് ചേർക്കുന്നത്. വെള്ള അവലാണ് ചേർത്തിട്ടുള്ളത്. വെള്ള തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. ഈ പാല് നമ്മൾ പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്, കുറച്ച് സ്ട്രോബെറിയുടെ എസൻസും ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ടുള്ള പാലാണ് ഈ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ പാല് തണുത്ത പാലാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ പാലും ഐസ്ക്രീമും തണുത്തിരിക്കുന്നത് ഇതിലുള്ള ഉൾപ്പെടുത്തിയിട്ടുള്ളതിൽ. അപ്പോൾ പാലൊരു 3/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉടച്ച് വെച്ച പഴത്തിൻ്റെ ബാക്കി കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ചുകൂടെ അവൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറുത്ത അവൽ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കിയത്. അതുപോലെ തന്നെ കുറച്ചുകൂടെ നട്ട്സ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഏറ്റവും മേലെ ആയിട്ടാണ് നമ്മൾ ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രോബെറി വീണ്ടും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ സ്ട്രോബെറി അരിഞ്ഞിട്ടോ അങ്ങനെയൊക്കെ ആക്കിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 2 ഗ്ലാസ്സുകളിലായിട്ടും സ്ട്രോബെറി ഐസ്ക്രീം നിറച്ച് കൊടുക്കുക. നല്ലോണം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന വറുത്ത അവൽ തന്നെ ഉപയോഗിക്കുന്നത്. വറുത്ത അവലും ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് സ്ട്രോബെറി വെച്ചിട്ടും ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് കുറച്ച് ബദാമാണ്. ഈ ബദാം ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അരിഞ്ഞെടുത്തതാണ്. സാധാരണ നമുക്കിത് വാങ്ങിക്കാനൊക്കെ കിട്ടും ബദാം. അപ്പോൾ ഇവിടെ അവൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രൂപത്തിലാണ് ഞാൻ സ്ട്രോബെറി അവൽ മിൽക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ചൂടിനൊക്കെ നല്ല ആശ്വാസമായിരിക്കും. ഇത് കുടിച്ചാൽ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ നിർബന്ധമായും കമൻ്റ് അയക്കുക. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.